ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി, കുറച്ചധികം ദിവസം തന്നെയായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചില്ല, ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തെടുത്തതാണ്. പക്ഷേ എടുത്ത് നോക്കുമ്പോൾ അത് ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ ആണ്. വേറൊന്നല്ല, എപ്പോഴും ഞാൻ എടുക്കുന്ന പോലെ തന്നെ അടുക്കള വിശേഷങ്ങൾ, ചോറും കറിയും വെക്കുന്നത് തന്നെ. ഞാനങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകുന്ന ഒരാളല്ല, പോക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അടുക്കള വിശേഷങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പുറത്തേക്ക് പോകുന്നത് തീരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയണ്ടേ, അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല. അതിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. കറക്റ്റ് എങ്ങനെ പറഞ്ഞു പോകണമെന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഇപ്പം വായിലെന്നാണ് വരുന്നത്, അതങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ചോറും കറിയാക്കാൻ പോകുന്നത്, ചോറിന് കറി മീനാണ്. മീൻ ദണ്ട മീൻ. നമ്മളെ കണ്ണൂർ ദണ്ടാന്ന് പറയും ഈ മീനിന്. നിങ്ങളെ നാട്ടിലല്ലോ എന്നാ പേരെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കണ്ണൂർ മട്ടന്നൂർ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചിക്കൻ, ഈ ഇറച്ചി ഐറ്റംസ്, മീൻ ഇതെല്ലാം കഴുകാൻ കുറച്ചധികം സമയമെടുക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ മീനെല്ലാം കഴുകി, മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് അതിന് വേണ്ട മസാലകളെല്ലാം തേച്ച് കൊടുത്ത്, അതിന് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുത്ത് പെരക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നതെന്നറിയാം, എന്നാലും ഞാനൊന്നും പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് മീനെ മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട പച്ചക്കറികൾ, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളും കൂടി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. മുറിക്കലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി, എനിക്കെന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ആയിരിക്കില്ല ഈ ഉള്ളി മുറിക്കൽ. എനിക്ക് അതിനേക്കാളും ഇഷ്ടമില്ലാത്തൊരു പരിപാടി, പക്ഷേ എന്നാലും ചെയ്തേ പറ്റൂന്ന് എനിക്ക് നിർബന്ധമുള്ളൊരു പരിപാടിയാണ് ഈ തക്കാളി തോല് കളയൽ. എനിക്ക് ഇഷ്ടമേ അല്ല, എന്നാലും ഞാൻ കളയും. അത് കളഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരില്ല കറി കൂട്ടുമ്പം. അപ്പം അതും മുറിച്ചിട്ട് വെച്ച്, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് റേഷൻ അരിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വേഗം ചീഞ്ഞ് പോകുമല്ലോ. അപ്പോൾ ചോറ് വെന്ത് അത് വാർത്തിട്ടിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട പുളിയും കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കറി വെക്കാനുള്ള പരിപാടി നോക്കലാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെ കടുകും ഒരിത്തിരി കടുക് ഇട്ട് കൊടുക്കും ഞാൻ. കടുകും പിന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും ഉള്ളിയും, ആദ്യം ഉള്ളി വാട്ടിയിട്ട് തക്കാളി ഇടുകയെന്നറിയാം, പക്ഷേ എന്നാലും ഞാൻ വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും കൂടി ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്ത്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ പിന്നെ ഇടുക, ആദ്യമേ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളി ഉള്ളിയും കൂടി ഇട്ട് അതൊന്ന് വഴറ്റി ഒന്നായിട്ട് വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കട്ടെ. പിന്നെന്താ പറയണ്ടേ, ഇതാ നിനക്ക് പറയാനൊന്നും ഇങ്ങനെ കറക്റ്റ് കിട്ടില്ല. അതിൻ്റെ ഇടയിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വെക്കുന്ന രീതി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മുന്നേ ഒരു മീൻ മുളകിട്ട് വെക്കുന്ന ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഒരു 3-4-5 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേന്ന്, പക്ഷേ ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, തക്കാളി ഞാൻ മിക്സിയിലിട്ട് ഒരു തക്കാളി മുറിച്ചിട്ടെടുത്തു. പിന്നെ ഒരു തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിയിൽ. അപ്പോൾ നമുക്ക് കറി കുറച്ചുകൂടി നല്ലൊരു മുയിത്തിട്ട് കിട്ടും, കുറച്ചൊരു കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടിയിലിട്ട് കൊടുത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇത്രയും ഇതിട്ട് ചൂടാക്കി, എന്നിട്ട് അതും ഇട്ട് കൊടുത്ത് പുളിയും പിഞ്ഞ് കറീൻ്റെ ഏകദേശം പരിവായി. പിന്നെ ഓലനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ഓലനും കൂടി ആക്കി വെളുത്തുള്ളിയെല്ലാം വറുത്തെടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട്, ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് വീഡിയോ എടുക്കാൻ നിന്നതാണ്. ഷോർട്ട് വീഡിയോ എടുത്തെടുത്ത് അവസാനം നോക്കുമ്പോൾ അത് ലോങ്ങായിപ്പോയി, എഡിറ്റ് ചെയ്ത് ലോങ്ങായിപ്പോയി. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഓലനിലെ പരിപാടിയെല്ലാം ആക്കി
അത് കഴിഞ്ഞിട്ടാണ് മീൻ വറക്കാൻ വെച്ചത്. കാരാപ്പിരി ഓലനാണ് വെച്ചത്. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ചിലർക്കത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഭാഷയല്ല, ഈ രീതി. ഈ മട്ടന്നൂർ കണ്ണൂർ ഭാഗത്ത് ആട ഈട അനക്കി ഇനിക്കി അങ്ങനെയല്ലേ പറയുക. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അപ്പോൾ അങ്ങനെ കറീൻ്റെ പരിപാടി നോക്കി. പിന്നെ മീൻ പൊരിക്കാൻ വെച്ചു. അപ്പോൾ ഇന്ന് ഇത്ര തന്നെ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല. എല്ലായിടയ്ക്കും ആക്കുന്നത് തന്നെയല്ലേ ദിവസവും മീനെല്ലാം. അപ്പോൾ ഇന്ന് ഇത്രയാണ് ആക്കിയത്. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടും. ഇന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.